വാളയാർ കേസിൽ പ്രതി ചേർക്കപ്പെട്ട അമ്മ ഭാഗ്യവതി, അച്ഛൻ ഷാജി എന്നിവർക്കെതിരെ സിബിഐ സമൻസ് പുറപ്പെടുവിക്കാനിരിക്കെ ഇവരെ ഒളിവിൽ പാർപ്പിച്ച് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ടെന്ന് വാളയാർ സമരസമിതി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സത്യവിരുദ്ധമായ കാര്യങ്ങൾക്ക് കൂട്ടുനിന്ന വാളയാർ നീതിസമരസമിതി ഭാരവാഹികളായ CR നീലകണ്ഠനും വിളിയോട് വേണുഗോപാലും പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നും രക്ഷാധികാരി M കബീർ, ജനറൽ കൺവീനർ റൈമണ്ട് ആന്റണി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇന്നത്തെ കണ്ടീഷനിൽ നമുക്ക് കിട്ടിയ ഒരു പ്രത്യേക വിവരം എന്ന് പറയുന്നത് 25-ാം തീയതി ഭാഗ്യവതിക്കും രണ്ടാനച്ഛൻ എന്ന് അവകാശപ്പെടുന്ന ഷാജിക്കും സമൻസ് വന്നാൽ വരുന്നതിന് മുമ്പ് അവരെ ഇവിടുന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് കടത്തി മുൻകൂർ ജാമ്യം നേടാനുള്ള ഒരു പരിശ്രമത്തിലാണ് പഴയ സമരസമിതി. അതാണ് ഞങ്ങൾ വെളിപ്പെടുത്തണം എന്ന് പറയുന്നത്. അതിൽ നിന്ന് കേരള പോലീസും CBIയും ജാഗ്രതരായിരിക്കണമേ എന്നാണ് ഈ സംഘടനയ്ക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നത്. കാരണം അയമ്മ ഇത്രയും ചെയ്യാമെങ്കിൽ നാളെ ഇതിനപ്പുറവും ചെയ്യാനുള്ള കഴിവും സാമർത്ഥ്യവും അയമ്മയ്ക്കുണ്ടോ ഇല്ലയോ അയമ്മയുടെ കൂടെയുള്ള ആളുകൾക്കുണ്ട്. 2017 ജനുവരി 13-നും മാർച്ച് 14-നുമാണ് അട്ടപ്പള്ളത്തെ 13-ഉം 8-ഉം വയസ്സുള്ള പെൺകുട്ടികൾ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടത്. പോലീസ് അന്വേഷണത്തിൽ അപാകമുള്ളതുകൊണ്ടാണ് വാളയാർ നീതിസമരസമിതി രൂപീകരിച്ച CBI അന്വേഷണം ആവശ്യപ്പെട്ടത്. CBI അന്വേഷണം പ്രഖ്യാപിച്ചതോടെ സമരസംഘടന പിരിച്ചുവിടുന്നതിന് പകരം വാളയാർ കുട്ടികളുടെ അമ്മ ഭാഗ്യവതിയെ തോളിലേറ്റി നടന്ന സാമ്പത്തിക നേട്ടത്തിനായി വാളയാർ നീതിസമരസമിതി ഉപയോഗിച്ചു. പോലീസ് കണ്ടെത്തിയ പ്രതികളെ തന്നെയാണ് CBIയും കണ്ടെത്തിയത്. ഭാഗ്യവതിയുടെ ചേച്ചിയുടെ മകൻ വലിയ മധു, ചെറിയച്ഛന്റെ മകൻ കുട്ടിമധു, ഭാഗ്യവതിയുടെ വീട്ടിൽ താമസിച്ച ഇടുക്കി സ്വദേശി ഷിബു, ഭാഗ്യവതിയുമായി അടുപ്പമുള്ള പ്രദീപ് കുമാർ തുടങ്ങിയവരാണ് CBI കണ്ടെത്തിയ പ്രതികൾ. ഇവരെ തന്നെയാണ് പോലീസും പ്രതിയായി കണ്ടെത്തിയത്. പെൺമക്കൾക്ക് പലരിൽ നിന്നും പീഡനമേൽക്കേണ്ടി വന്നതിൽ ഭാഗ്യവതിക്കുള്ള പങ്കും CBI കണ്ടെത്തിയിട്ടുണ്ട്. മൂത്ത പെൺകുട്ടി മരിക്കുന്നതിന് മുൻപ് സ്കൂൾ ടീച്ചർ ഭാഗ്യവതിയെ കാണാൻ പലവട്ടം ശ്രമിച്ചെങ്കിലും ഭാഗ്യവതി സ്കൂളിൽ ചെന്നില്ല. ഇത്തരത്തിലുള്ള ദുരൂഹതകൾ നീക്കിയാണ് ഭാഗ്യവതിയെയും ഷാജിയെയും പ്രതി ചേർത്തത്. അറസ്റ്റ് വൈകുന്തോറും ഭാഗ്യവതിക്കും ഷാജിക്കും രക്ഷപ്പെടാനുള്ള പഴുതുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവരെയും സമരസമിതി നേതാക്കളെയും അറസ്റ്റ് ചെയ്യണം. സാമ്പത്തിക നേട്ടവും അന്വേഷിക്കണം. ഈ കാര്യമുന്നയിച്ച് 24-ന് അട്ടപ്പള്ളത്ത് നിന്ന് വാഹന പ്രചരണജാഥ സംഘടിപ്പിക്കുമെന്നും ഇരുവരും പറഞ്ഞു. ചെയർമാൻ AN കരിങ്കരപ്പുള്ളിയും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.